ഹലോ കൂട്ടുകാരെ, ഇന്ന് പച്ചക്കറി വിളവെടുപ്പാണ്. സിസാർഡ് ചീര, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിസാർഡ്. പിന്നെ വെണ്ടയ്ക്ക, ബീൻസ്, പയറേ, അങ്ങനെ കുറേ പച്ചക്കറി വിളവെടുപ്പാണ്. ഇത് ടെറസിലാണ് നട്ടേക്കുന്നത്. ഇക്കൊത്രായി എന്ന് പറഞ്ഞ വളത്തിലാണ് നട്ടേക്കുന്നത്. അവർ പറയുന്നത് മണ്ണില്ല കൃഷിയാണെന്ന് പറയുന്നത്. അതിലാണ് നട്ടേക്കുന്നത്. കണ്ടോ വെണ്ടയ്ക്ക നമ്മൾ മൂത്ത് പോകുന്നതിനിപ്പുറം എടുക്കണേ. ചെറുപ്പത്തിലേ എടുക്കണം. അതിൽ ഇച്ചിരൂടെ വലുതാവട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാലില്ലേ അത് മൂത്ത് പോകും. ഇതാണ് സിസാർഡ് ചീര. ഉണ്ടോ? സിസാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് തണ്ടോടെ എടുത്ത് കറി വെക്കാം കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ ഇല പോലെയല്ലേ. രണ്ട് എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. 2 എയർപോർട്ടിൽ നട്ടിട്ടുണ്ട്. കണ്ടോ? നല്ലൊരു കറിക്കുണ്ട്. ഇത് വിദേശത്തൊക്കെ തേങ്ങ ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുകയാണ് എണ്ണയിലേ. ഞങ്ങളും അതുപോലെ വഴറ്റിയെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചുവപ്പ് ചീര കറി വയ്ക്കല്ലേ, അതുപോലെ തന്നെയുണ്ട്. ദേ വെണ്ടയ്ക്ക, ചെറിയ വെണ്ടയ്ക്കയാണ്. ഇത് ചുവപ്പ് വെണ്ടയ്ക്ക ഉണ്ടോ? എടുക്കാറായി. ഞാൻ വലിപ്പം വെക്കട്ടെ എന്ന് ഓർത്ത് വെച്ചോണ്ടിരുന്നു. പക്ഷേ ഇല്ലേ, അത് ചിലതൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സാമ്പാറിനകത്ത് ഇടാം. നമ്മൾ കൃഷി ചെയ്തായതുകൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം. വെണ്ടയ്ക്ക പച്ച തിന്നുന്നത് നല്ലതല്ലേ. ഇത് ബീൻസ്, ബീൻസ് 2 സൈസാണ്. വാളരിപ്പയർ പോലെ ഒരെണ്ണമുണ്ട്. 2 സൈസ് ബീൻസ്. വെള്ളപ്പൂകളുള്ള ഉണ്ട്, വയലറ്റ് പൂകളുണ്ട്. ഇത്രയും ബീൻസ് കിട്ടി. ബീൻസ് പയറും. ഇത് വാളരിപ്പയറെന്ന് പറയും. ചിലർ ഇതിന് അമരപ്പയറെന്നും പറയും. ഇത്രയും മുഴുപ്പേ ഉള്ളൂ. അല്ലാതെ സാമ്പാറിൻ്റെ അകത്ത് ഇടാം, അല്ലെങ്കിൽ അവിയൽ വെക്കാം. ചീര നല്ലപോലെ കഴുകിയെടുക്കണം. എന്തോ അതിൻ്റെ ഇല വന്ന് തിന്നുന്നുണ്ടായിരുന്നു, എന്തോ പുഴു പോലത്തെ ജീവിയെ. അതുകൊണ്ടോ ഒരു ബേസ് നിറയെ സിസാർഡ് ചീര കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ സിസാർഡ് ചീര? ഇതിൻ്റെ ചുവപ്പ് കളറും ഉണ്ട്, വെള്ളയുണ്ട്. ലേഡി ഫിംഗർ, റെഡ് ലേഡി ഫിംഗർ. എല്ലാ എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. നല്ല കിളികളാന്നിരിക്കുന്ന വെണ്ടയ്ക്ക പറിക്കണം. അപ്പം നമുക്ക് പച്ച തിന്നാൻ നല്ലതല്ലേ. ഞാനിവിടെ സാലഡ് ഉണ്ടാക്കി, പിന്നെ ബാക്കി സാമ്പാറിൽ ഇട്ടു. നമ്മളുണ്ടാക്കിയത് വിഷമില്ലാത്തതുകൊണ്ട് പച്ച തിന്നാലോ. ഇത്ര ചുവപ്പ് വെണ്ടയ്ക്ക ഇത്ര കിട്ടിയുള്ളൂ. ആനക്കൊമ്പൻ വെണ്ടയ്ക്ക എന്നൊക്കെ പറയും. നല്ലൊരു സാലഡ് ഉണ്ടാക്കി. കണ്ടോ? ഇത്രയും വെണ്ടയ്ക്കയാണ്. തക്കാളിയൊക്കെ ഇട്ട്, ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഇട്ട് അരിഞ്ഞ്. തക്കാളി ആയി വരുന്നേ ഉള്ളൂ. കണ്ടോ? പറിക്കാറായില്ല. പച്ചത്തക്കാളി പിഞ്ചാണ്. തക്കാളി നടുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇലക്കടയും മണ്ടക്കടയെല്ലാം കേട് വരാതിരിക്കാൻ വെളുത്തുള്ളി, സോപ്പും വേപ്പെണ്ണ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്താൽ മതി. 1-2 ദിവസം, അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ. കണ്ടോ? എല്ലാ തക്കാളി പൂവുണ്ടായി. കണ്ടോ? നിറയെ പൂവുണ്ടായി. കണ്ടോ? ഇത് ചട്ടി നട്ടേക്കുന്നതാണേ. ഇത്രയും പച്ചക്കറിയുണ്ട്.
വഴുതനയുണ്ട്, വയലറ്റ് വഴുതന, വെള്ള വഴുതനയൊക്കെ ഉണ്ട്. രണ്ട് തക്കാളി പൂത്തു കായ്ച്ചു. ഇതുകൊണ്ട് ബീൻസ് പയറിനെ കുറച്ചേ ഉണ്ടായുള്ളൂ. ഉണ്ടായി വരുന്നതൊക്കെ പറിക്കുകയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ മൂത്ത് പോകില്ലേ. അത്രയും വലിപ്പമുള്ളൂ. കണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്താണ് എല്ലാം ബീൻസും ഉണ്ടാകുന്നത്. കണ്ടോ, താഴ്ഭാഗത്ത്. നമ്മൾ ഇലകളെല്ലാം മാറ്റി, ശിഖരങ്ങളെല്ലാം മാറ്റി നോക്കിയാലേ കാണുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുകയില്ല. മുകളിൽ നോക്കുമ്പോൾ ഇല മാത്രം, എല്ലാം മാറ്റി നോക്കുമ്പോഴേ കാണുള്ളൂ ബീൻസ് അവിടെ എല്ലാം നിറച്ചുണ്ടായത്. ഉണ്ടോ, വെണ്ടയ്ക്ക ഇപ്പോഴേ പറിച്ചിട്ടും 1-2 മൂക്കാറായി. ഇത് സാലഡിനകത്ത് ഉണ്ടാക്കി കഴിക്കാം നമുക്ക്. ഇച്ചിരി ഒലിവ് ഓയിലൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല സാലഡ് ഉണ്ടാക്കുമ്പോഴേ. ഒലിവ് ഓയിൽ ചൂടാക്കാൻ പറ്റിയാൽ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.